ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ പാട്ട് എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ലാസ്റ്റ് ഭാഗമാണ്. നമ്മളിപ്പോൾ ആ കഴിഞ്ഞ പാട്ടിൽ ആ തുന്നി വന്നിട്ടില്ലായിരുന്നു, നീണ്ടതാക്കിയിട്ട്. ആ തുന്നി വന്നത് എങ്ങനെ ഇതായിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ആ മടക്കി വെച്ച ഒരു ഇതുണ്ടല്ലോ, കടലാസ് ഇതാക്കണേ, അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ വെക്കുക. ഇതുണ്ടല്ലേ, ഇതേപോലെ അങ്ങോട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഈ നൂലുമ്പോൾ സൂചി കൊടുത്തിട്ട് ജസ്റ്റ് അതിങ്ങനെ തുന്നി പോരുക. ഇതുപോലെ വെച്ചിട്ട് തുന്നിയാൽ മതി. തുന്നണത് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് തുന്നുക. അപ്പം അങ്ങനെയെന്നുണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു വൃത്തി ഉണ്ടാവും. അതുപോലെ ഇത് നടുക്കാക്കി വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഉള്ളതും ഉള്ളിലേക്ക് ആക്കി വെക്കുക ഇതേപോലെ. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു അറ്റുണ്ടല്ലോ, അറ്റത്തിന് ഇപ്പുറത്തെ സൈഡ് തുന്നണ സമയത്ത് ഉള്ളിൽ നിന്ന് എടുക്കുക, മറ്റേ സൈഡ് പുറത്തേക്ക് കൂടിയും തുന്നുക. ഇതുപോലെ തന്നെ തുന്നണം കേട്ടോ. ഇതിപ്പോൾ ഉള്ളിലൂടെ എടുത്തിട്ട് ആ കടലാസിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ അത് ഇടാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് സൈഡ് ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിനെ പുറത്തു കൂടെ ആക്കിയാണ്ട് ഇത് അതുപോലെ ആക്കിയാണ്ട് തുന്നുക. വീണ്ടും അടിയത്തെ ഭാഗത്തിന് ഉള്ളിലൂടെ ഇട്ടിട്ട് തുന്നുക. ഇതേപോലെ ഫുള്ളായിട്ട് തുന്നി വരും കേട്ടോ. ഈ ഒരു മോഡൽ തന്നെ ഫുള്ളായിട്ട് തുന്നി വരിക. ഇതിപ്പോൾ ഫുള്ളായിട്ട് തുന്നി വന്നതിന് ശേഷം ഇതുപോലെ ഉണ്ടാവുക. ഇനി നമുക്കിതിനെ ഈ റൗണ്ടിനെ രണ്ടറ്റും കൂട്ടി യോജിപ്പിക്കുക വേണ്ടത്. ജസ്റ്റ് നമ്മൾ നേരത്തെ തുന്നിയതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് തുന്നി വരിക. ജസ്റ്റ് സാധാ നമ്മളിപ്പം അതിൻ്റെ കൈയൊക്കെ തുന്നലുണ്ടല്ലോ, ഡ്രസ്സ് ആ ഒരു ബോഡി പാർട്ടുമ്മൽ വെച്ചിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ തുന്നി പോന്നാൽ മതി, വേറൊന്നുമില്ല. ഇതേപോലെ ഫുള്ളായിട്ട് തുന്നി വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പിലേക്ക് ആയി കിട്ടും. ഈ നൂലിനെ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഞാൻ ഒരു കണ്ണടയ്ക്ക് നമുക്കൊരു ബെൽറ്റ് പോലെ തുന്നാണ്ടല്ലോ, അത് തുന്നി കഴിഞ്ഞിട്ട് അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നൂലിന് ആവശ്യമുണ്ട്. തുന്നി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, നല്ലതായിരിക്കും. ഇത് കണ്ടില്ല, റൗണ്ട് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ തുന്നി കഴിഞ്ഞാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്യാനുള്ള ഇതിൻ്റെ ഒരു ബെൽറ്റാണ്. അത് നമ്മളിപ്പം ഒരു ബ്ലാക്ക് കളർ നൂലാണ് യൂസ് ചെയ്യുന്നത്. ഈ നൂലിനെ കട്ട് ചെയ്ത് അടുത്ത് തന്നെ വെക്കണം. ഇനി രണ്ട് സൈഡിലായിട്ടാണ് വരിക. അത് ജസ്റ്റ് നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ ഇപ്പോൾ ഈ റൗണ്ട് ചെയ്തല്ലോ ഒരു സ്റ്റിച്ച്, അതേപോലെ തന്നെയാണ് ഇതിനും ചെയ്യുക. പക്ഷെ ഒരു 5 സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ചെയ്തിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അതൊരു അലാസ്റ്റിക് മോഡൽ നിൽക്കും. ആ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് സെയിം ഇതേ മോഡൽ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ അതിൽ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ ഇട്ടുക. അതിന് പകരമായിട്ട് ഒരു ക്രോഷേൻ്റെ ഒരു മുടച്ചിൽ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒന്നിലൂടെ മാത്രം ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ സെയിം ക്രോഷേൻ്റെ നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. നീഡിലിന് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന നീഡിൽ തന്നെയാണിത്. ജസ്റ്റ് കയ്യിലൂടെ ചുറ്റിയിട്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോട്ടിടല്ലോ ഒന്നിന് ഊരാൻ കുടുക്ക് പോലെ ഇടുന്നത്, അതേപോലെയോ ഇടുക. എന്നിട്ട് നമുക്ക് ഒരു 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം എക്സ്ട്രായും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ആ എക്സ്ട്രാ ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ അല്ല, 4ാമത്തെ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ സിംഗിൾ ക്രോഷേ, അതായത് നമ്മളിപ്പോൾ ആ റൗണ്ടൊക്കെ ചെയ്തല്ലോ, കണ്ണടേൻ്റെ റൗണ്ട് ചെയ്തേ അതേപോലെ തന്നെ ചെയ്ത് വരിക. അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കണില്ല. സെയിം അതേ മെത്തേഡിൽ ചെയ്ത് വരിക. അതേപോലെ നമുക്ക് 4 റൗണ്ടാണ് ആവശ്യമുള്ളത്. അതായത്
ഒരു റൗണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇതേപോലെ മറച്ച് വെച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്കും വരിക. അങ്ങനത്തെ 4 എണ്ണം ആവശ്യമുണ്ട്. ഇതേ മോഡൽ 4 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞിട്ട് 4 എണ്ണം വരുമ്പോൾ 8 ഇത് വരും. അതായത് ഒരു സൈഡിലേക്ക് മാത്രമാണ് 4 എണ്ണം വരിക. ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടി 4 എണ്ണം വരുമ്പോൾ 8 എണ്ണമായിട്ട് വരും. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ്, ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ഇടാം. എന്നിട്ട് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ അല്ലാതെ ആ 2 എണ്ണം ചെയ്യല്ലോ, അതിപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത് വരിക. അതിന് പകരമായിട്ട് അതിൻ്റെ ഒരു സൈഡിലുള്ളത് മാത്രം, അതായത് ഇപ്പുറത്ത് ഉള്ളിലത്തെ സൈഡിലുള്ളതല്ല, പുറത്തെ സൈഡിലുള്ളത് ഒന്ന് മാത്രം എടുക്കാം. ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നീറ്റിലെടുത്തിട്ട് ഒരു ക്രോഷേ ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ചെയ്യാം. വീണ്ടും സെക്കൻഡിൻ്റെ ഉള്ളിൽ കൂടി അതേപോലത്തെ ഒന്ന് മാത്രം എടുത്തിട്ട് ചെയ്യാം. ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരിക. ആ 3 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ സെയിം ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. അപ്പോൾ അത് അതുപോലെ നിൽക്കുക. ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ, അത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ അല്ലാതെ ഒന്നിൻ്റെ ഉള്ളിലൂടെ മാത്രം എടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് വരിക. ഇത് നമുക്കൊരു ആവശ്യമുള്ള നീളം ഉണ്ടാവില്ലേ, അതായത് അതിൻ്റെ തലേൻ്റെ അവിടെ വെച്ച് നോക്കിയിട്ട് എത്ര നീളം വേണം എന്നുള്ളത് തീരുമാനിക്കുക. ഇത് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് വരും. അതുകൊണ്ടാണ് ഈ മോഡൽ നമ്മൾ തുന്നിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സ്ട്രെച്ചിങ് വരില്ല. ഒരു ബെൽറ്റിൻ്റെ ഒരു എലാസ്റ്റിക്കൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത പോലെ തന്നെ ഫീലിംഗ് ഉണ്ടാവും. തലേൻ്റെ അവിടെ വെച്ച് നോക്കിയിട്ട് എത്ര വലുപ്പം ഉണ്ടാകും തീരുമാനിക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ അത്ര വലുപ്പം വേണ്ട, അത്ര ഫുള്ളായിട്ട് ചെയ്ത് നമ്മൾ മറ്റേ തല ചെയ്തില്ലേ, അതായത് അതിൻ്റെ ഫസ്റ്റ് സൈഡ് ചെയ്തില്ലേ ഒരു 8 സ്റ്റിച്ച് നമ്മൾ ക്രോഷേ ചെയ്തത്, സെയിം അതേ മെത്തേഡിൽ തന്നെ പിന്നെ തിരിച്ചും ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ ചെയ്തു വരിക. അപ്പോൾ നടുക്ക് മാത്രം കുറച്ച് സ്ഥലം മാത്രമേ ഒരു എലാസ്റ്റിക്കിൻ്റെ ഫീലിംഗ് ഉണ്ടാവുകയുള്ളൂ. ബാക്കി അവിടെ നിന്ന് സെയിം അത്ര വലുപ്പത്തിൽ തന്നെ ഇങ്ങോട്ട് ചെയ്തു വരിക. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. വെക്കുന്ന സമയത്ത് വലിച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വലിപ്പമില്ലാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ലാസ്റ്റ് പിന്നെ ഇടുന്ന സമയത്ത് ഭയങ്കര ലൂസായിട്ട് വരും. ഇതിൻ്റെ തലേനെ ഇതല്ലേ ഈ ഒരു ഇതിൽ നിൽക്കണം. ഇനി നമുക്ക് അതിൽ ആ റൗണ്ടും കൂടി വെക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, സൈഡിലുള്ള ഒരു ഗ്യാപ്പ്, കണ്ണിൻ്റെ 2 സൈഡിലെ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് അവിടെ ഫില്ലായിക്കോളും. ജസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് എൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇതിൻ്റെ ആ റൗണ്ടായിട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മളിപ്പം ആ റൗണ്ടിൽ തുന്നിയ സമയത്തുള്ള ബാക്കി നൂലിനെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ സെയിം നമ്മൾ സാധാ തുന്നുന്നത് പോലെ തന്നെ തുന്നി പോരുക. ഇതിപ്പോൾ ഒരു സൈഡ് നല്ല തുന്നി കഴിഞ്ഞ് ശരിക്കും വലിച്ചു നോക്കാം കേട്ടോ. വലിച്ചു നോക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കുക. അപ്പോഴേ അത് തുന്നിയത് ശരിയാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ അതിങ്ങോട്ട് പോരാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് അവിടെ നോട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ നൂലുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് തുന്നി, അതായത് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കോർത്ത് പോയിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുമല്ലേ, അതിൻ്റെ ഒരു നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ അവിടേക്ക് ഈ സൂചിനെ കൊണ്ടുവരിക, സൂചി നൂലും കൂടി കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു നൂലിനെടുത്തിട്ട് തുന്നും ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ടൈറ്റായിട്ട് നിന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു നൂലാകുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. ഇതേപോലെ തന്നെ ഈ സൈഡും അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഇതായിട്ട് നിൽക്കും, കണ്ടോ. ഇതുപോലെ നമ്മളിപ്പോൾ ഇത് വയ്ക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് നിന്നോളും. ശരിക്കും വലിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്.
നമ്മളിപ്പോൾ സാധാ തുന്നിയുടെ സമയത്ത് ഇപ്പോൾ ജസ്റ്റ് തുന്നിയിട്ട് ഇതിടുന്ന സമയത്ത് ഇത് വലിച്ച് വെച്ചാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ നിൽക്കും. ഈ ഒരു മെത്തേഡിലായിരിക്കും ഉണ്ടാവുക. ഒരു വൃത്തിയായിട്ട് നിന്നും ചെയ്തോളും. ഇതിപ്പോൾ ഞാൻ തുന്നി കഴിഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മൗത്ത് പാർട്ടൊക്കെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് നമ്മൾ ആ നടുക്ക് മാത്രം ഒരു ആലാസ്റ്റിക്കിൻ്റെ മുകളിൽ തുന്നിയോണ്ടാണ് ഇത് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത്. വലിയൊന്നുമില്ല, നമ്മൾ തുന്നിയെടുത്ത് കൃത്യമായിട്ട് അത് വെച്ച് നോക്കുക. എന്നിട്ട് എത്ര വലിപ്പം വേണം എന്നുള്ളത് നോക്കാം, എന്നിട്ട് തുന്നുക. നമ്മളൊരു സുമാറ് ഇതെടുത്തിട്ട് തുന്നിയത്. ഓരോരുത്തർ ഉണ്ടാക്കുന്നതിൻ്റെ വലിപ്പം പല വലിപ്പമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോയും എല്ലാവരും കാണാൻ മറക്കരുത്. ഇതിൻ്റെ കൈയാണെന്നുണ്ടെങ്കിലും ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഡ്രസ്സ് ഉണ്ടാക്കണത് പിന്നെ ഒരു ടഫായിട്ടുള്ളത് തോന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് ഇത്രയും കൂടെ ഒന്ന് കാര്യമായിട്ടൊന്ന് കഷ്ടപ്പെട്ട് ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും റിലേറ്റീവ്സിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണതിന് നമുക്ക് തന്നെ ഒരു വില ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ 4 പാർട്ടായിട്ടാണ് അതുള്ളത്. അപ്പോൾ 4 പാർട്ട് എല്ലാവരും കാണാൻ മറക്കരുത്.